ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യൻ മാർക്കറ്റ് മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുകയും ഇൻഡെക്സ് 1% ഉയർന്ന് 24,853 ക്ലോസിംഗ് നൽകുകയും ചെയ്തു. ഇന്ന് FMCG സെക്ടർ ഉൾപ്പെടെയുള്ള സ്റ്റോക്കുകളിൽ വന്ന ഹെവി ബൈയിങ് ആണ് മാർക്കറ്റിൽ വന്ന റാലിക്ക് പിന്നിലെ പ്രധാന കാരണമായി പ്രവർത്തിച്ചത്. കൂടാതെ ഇന്ന് മാർക്കറ്റ് പോസിറ്റീവ് ക്ലോസിംഗ് നൽകിയെങ്കിലും വീക്കിലി ബേസിസിൽ ഇൻഡെക്സ് 0.65% ഇടിഞ്ഞ് 24,853 ക്ലോസിംഗ് നൽകി. 24,700 എന്ന ലെവൽ തിരികെ പിടിക്കാൻ സാധിച്ചു, അല്ലെങ്കിൽ 24,800 എന്ന ലെവലിന് മുകളിൽ മാർക്കറ്റിന് ക്ലോസിംഗ് നൽകാൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാന പോസിറ്റീവ് അപ്ഡേറ്റ്. അതേസമയം മാർക്കറ്റിൻ്റെ വോളറ്റിലിറ്റി നിർണ്ണയിക്കുന്ന പ്രധാന ഘടകങ്ങളിലൊന്നും തന്നെ മാറ്റം വന്നിട്ടില്ല. US-ഇന്ത്യ ട്രേഡ് റിലേഷൻസിലും US ഫിസിക്കൽ ഔട്ട്ലുക്കും മണി മാർക്കറ്റിലുണ്ടായിരിക്കുന്നതും കറൻസി മാർക്കറ്റിലുണ്ടായിരിക്കുന്നതുമായ ഫ്ലക്ച്വേഷൻസ് ഒക്കെ അതേ ലെവലിൽ തന്നെയാണുള്ളത്. കൂടാതെ അതിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യൻ മാർക്കറ്റിൽ വന്ന ഈ ബൈയിങ് മൊമെൻറ്റത്തിനെ ഒരു ഷോർട്ട് കവറിംഗ് റാലി ആയിട്ടോ അല്ലെങ്കിൽ ഒരു വാല്യൂ ബൈയിങ് ആയിട്ടോ വേണം നമ്മൾ വിശേഷിപ്പിക്കാൻ. ഈ ആഴ്ചയിലെ മാർക്കറ്റിൻ്റെ ഓവറോൾ ട്രെൻഡ് നമ്മൾ പരിശോധിച്ചാൽ ബൈ ഓൺ ഡിപ്പ്, സെൽ ഓൺ റൈസ് തുടങ്ങിയ രണ്ട് ട്രെൻഡുകൾക്കനുസരിച്ചാണ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നത്. മാർക്കറ്റ് സപ്പോർട്ട് സോണിലേക്ക് എത്തുമ്പോൾ വാല്യൂ ബൈയിങ് ആരംഭിക്കുകയും മാർക്കറ്റ് റെസിസ്റ്റൻസ് സോണിലേക്ക് എത്തുമ്പോൾ സെൽ ഓൺ റൈസ് വഴി സെല്ലിംഗ് ആരംഭിക്കുകയും ചെയ്യുന്നു. ഇതിനിടയിലുള്ള ഒരു മൂവ്മെൻ്റ് ആണ് കാണാൻ സാധിക്കുക. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് മെയ് 20 22 ഹെവി സെല്ലിംഗ് നടത്തിയത് മാർക്കറ്റിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഡയറക്ഷൻ എന്താണ് എന്നുള്ളതിനെക്കുറിച്ചും കൃത്യമായ ധാരണ നൽകുന്നില്ല. സെക്ടോറിയൽ പെർഫോമൻസ് നോക്കിയാൽ FMCG, പ്രൈവറ്റ് ബാങ്ക് തുടങ്ങിയ സെക്ടറുകൾ ഡീസൻറ്റ് പെർഫോമൻസ് കാഴ്ചവെച്ചു. FMCG 1.6%, പ്രൈവറ്റ് ബാങ്ക് 1% ഉയർന്നു. IT, ഫിനാൻഷ്യൽ സർവീസ്, മെറ്റൽ, PSU ബാങ്ക്, ഓയിൽ ആൻഡ് ഗ്യാസ്, റിയാലിറ്റി തുടങ്ങിയ സെക്ടറുകൾ 1% ഉയർന്നപ്പോൾ ഫാർമ, നിഫ്റ്റി ഹെൽത്ത് കെയർ തുടങ്ങിയ സെക്ടറുകളിൽ ഇടിവ് പ്രകടമായി. കൂടാതെ മാർക്കറ്റിൻ്റെ ട്രെൻഡ് നോക്കിയാൽ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതുപോലെ തന്നെ സെൽ ഓൺ റൈസ്, ബൈ ഓൺ ഡിപ്പ് തുടങ്ങിയ രണ്ട് ട്രെൻഡുകൾക്കിടയിലുള്ള മൂവ്മെൻറ്റ് തന്നെയാണ് കാണുന്നത്. അമേരിക്കൻ മാർക്കറ്റിൽ അവതരിപ്പിക്കുന്ന കോൺട്രവേഴ്സ്യൽ ബില്ലിൻ്റെ ഇമ്പാക്റ്റ് ഓവറോൾ മാർക്കറ്റിലും ഗ്ലോബൽ മാർക്കറ്റുകളിലുമൊക്കെ കഴിഞ്ഞ ദിവസവും ഇന്നത്തെ ദിവസവും പ്രകടമാവുകയും ചെയ്തു. അതുപോലെ തന്നെ ഇന്ന് മാർക്കറ്റിൽ ബൈയിങ് മൊമെൻറ്റം വന്നതിന് പിന്നിലെ മറ്റൊരു പ്രധാന കാരണം ഡോളർ ഇൻഡെക്സിലുണ്ടായിരിക്കുന്ന വീക്കാണ്. ഡോളർ ഇൻഡെക്സ് 1% ഇടിഞ്ഞത് ഇന്ത്യൻ മാർക്കറ്റിന് അനുകൂലമായ ഒരു ട്രിഗറായി പ്രവർത്തിക്കുകയും ഇന്ത്യൻ മാർക്കറ്റിൽ ബൈയിങ്ങിന് പിന്നിലെ ഒരു പ്രധാന കാരണമായി പ്രവർത്തിക്കുകയും ചെയ്തു. ഓവറോൾ ഗ്ലോബൽ മാർക്കറ്റിൽ പല രീതിയിലുള്ള അൺസർട്ടനിറ്റീസ് നിലനിൽക്കുന്നുണ്ടെങ്കിലും ഇന്ത്യൻ മാർക്കറ്റ് ഡീസൻറ്റ് പെർഫോമൻസ് കാഴ്ചവെക്കും എന്ന് തന്നെയാണ് മോർഗൻ സ്റ്റാൻലി ഉൾപ്പെടെയുള്ള ബ്രോക്കേജ് ഏജൻസികളുടെ റിപ്പോർട്ടിലും പരാമർശിക്കുന്നത്. സെൻസെക്സ് 2026 ജൂൺ മാസമാകുമ്പോൾ ഏകദേശം 89,000 എന്ന ലെവലിലേക്ക് എത്തുമെന്നാണ് മോർഗൻ സ്റ്റാൻലിയുടെ റിപ്പോർട്ടിൽ പറയുന്നത്. ഇനി ഡീസൻറ്റ് പെർഫോമൻസ് അല്ലെങ്കിൽ മാർക്കറ്റിൻ്റെ ഔട്ട്ലുക്ക് ബുള്ളിഷായി തുടരുകയാണെങ്കിൽ അടുത്ത ഒരു വർഷത്തിനുള്ളിൽ 1 ലക്ഷം എന്ന ലെവലിലേക്ക് സെൻസെക്സ് എത്തിയേക്കാം. ഇനി ഈ വർഷം മോശമായിട്ടാണ് മാർക്കറ്റ് പെർഫോം ചെയ്യുന്നതെങ്കിൽ 70,000 എന്ന ലെവലിലായിരിക്കും മാർക്കറ്റിന്, അതായത് സെൻസെക്സിന് 70,000 എന്ന ലെവലിലായിരിക്കും സപ്പോർട്ട് ലഭിക്കുക. ഓവറോൾ ഇന്ത്യൻ മാർക്കറ്റിൽ പോസിറ്റീവ് ഔട്ട്ലുക്ക് തന്നെയാണ് ഒട്ടുമിക്ക ബ്രോക്കേജ് ഏജൻസികളും വെച്ച് പുലർത്തുന്നത്. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ അൺസ്റ്റേബിൾ ബൈയിങ് സെല്ലിംഗ് ഡേറ്റയും മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ എന്താണെന്നുള്ള കൃത്യമായ സൂചന നൽകുന്നുമില്ല. ഇനി നിഫ്റ്റിയുടെ ടെക്നിക്കൽ അനാലിസിസിലേക്ക് കടക്കാം. ടെക്നിക്കൽ അനാലിസിസിൻ്റെ ഭാഗമായി വീക്കിലി ക്യാൻഡിൽ പാറ്റേൺ നമ്മൾ പരിശോധിച്ചാൽ അവിടെ ഒരു ബിയറിഷ് ക്യാൻഡിലാണ് ഫോം ചെയ്തിരിക്കുന്നത്. അതേസമയം ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ മാർക്കറ്റിൽ ഓൺ സൈഡ് ബൈയിങ് വന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ലോവർ വിഗോട് കൂടിയ ഒരു ബിയറിഷ് ക്യാൻഡിലാണ് ഫോം ചെയ്തിരിക്കുന്നത്. ലോവർ ബിഗ് വന്നതിൻ്റെ അർത്ഥം മാർക്കറ്റിൽ ബോട്ടം ലെവലിൽ നിന്നും ബൈയിങ് വരുന്നു എന്നുള്ള സൂചനയാണ്. മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ഇൻട്രാഡേ ഹൈ ആയ 24,950 ആയിരിക്കും പ്രധാന റെസിസ്റ്റൻസായി പ്രവർത്തിക്കുക. 24,640, 24,615 തുടങ്ങിയ ലെവലുകൾ ഡെയിലി ബേസിസിൽ അടുത്ത ട്രേഡിംഗ് സെഷനിൽ, അതായത് തിങ്കളാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിൽ മാർക്കറ്റിൻ്റെ സപ്പോർട്ട് റെസിസ്റ്റൻസായി പ്രവർത്തിക്കുകയും ചെയ്യും. 25,000 സൈക്കോളജിക്കൽ റെസിസ്റ്റൻസ് ആണ്. 25,200 വളരെ പ്രധാനപ്പെട്ട ഒരു റെസിസ്റ്റൻസ് ആണ്. വീക്കിലി റേഞ്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ 24,600-നും 25,200-നും ഇടയിലുള്ള മൂവ്മെൻറ്റ് വേണം വരുന്ന ആഴ്ച ഇന്ത്യൻ മാർക്കറ്റിൽ നമ്മൾ പ്രതീക്ഷിക്കാൻ. അമേരിക്കയിൽ അവതരിപ്പിച്ച കോൺട്രവേഴ്സ്യൽ ബില്ലിൻ്റെ ഇമ്പാക്റ്റ് ഇന്ന് ഏറ്റവും അധികം കാണാൻ സാധിച്ച ഒരു സെക്ടറാണ് ക്ലീൻ എനർജി സെക്ടർ. ക്ലീൻ എനർജി സെക്ടറിൽ അമേരിക്കൻ മാർക്കറ്റിൽ തന്നെ വളരെയധികം എക്സ്പോസറുള്ള വാരി എനർജി പോലുള്ള സ്റ്റോക്കുകൾ 10% ഇടിയുകയും ചെയ്തു. വാരി എനർജി ഇൻട്രാഡേയിൽ 10%, ക്ലോസിംഗ് ബേസിസിൽ 8% ഇടിഞ്ഞ് 2,756 ക്ലോസിംഗ് നൽകിയത്. വാരി എനർജിയെ പോലെ തന്നെ പ്രീമിയർ എനർജി എന്ന സ്റ്റോക്കിലും സെല്ലിംഗ് പ്രഷർ ശക്തമായിരുന്നു. ഈ സ്റ്റോക്കുകൾ ഇടിഞ്ഞതിൻ്റെ പിന്നിലെ ഏറ്റവും പ്രധാന കാരണം അമേരിക്കയിലെ ഗ്രീൻ എനർജി സെക്ടറിലെ കമ്പനികളായ സൺറൺ, റൂഫ് ടോപ്പ് സോളാർ ഫിമായ
നെക്സ്ട്ര എനർജി തുടങ്ങിയ സ്റ്റോക്കുകൾക്ക് അമേരിക്കൻ മാർക്കറ്റിൽ വന്ന ഹെവി സെല്ലിങ്ങിൻ്റെ പശ്ചാത്തലത്തിലാണ്. ഡൊണാൾഡ് ട്രംപ് അവതരിപ്പിച്ചിരിക്കുന്ന കോൺട്രവേഴ്സ്യൽ ടാക്സ് ആൻഡ് സ്പെൻഡിംഗ് ബിൽ മൂലം ക്ലീൻ എനർജി സെക്ടറിനും റിന്യൂവബിൾ എനർജി സെക്ടറിനും ഹെവി ഡ്യൂട്ടി ഇലക്ട്രിക് വെഹിക്കിൾ പർച്ചേസിനുമൊക്കെ അമേരിക്കൻ ഗവൺമെൻറ് നൽകി വന്ന സബ്സിഡി അവസാനിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഈ സബ്സിഡികളൊക്കെ അമേരിക്കൻ പ്രസിഡന്റ്, അതായത് മുൻ അമേരിക്കൻ പ്രസിഡന്റ് ബൈഡൻ കൊണ്ടുവന്നതായിരുന്നു. ഡൊണാൾഡ് ട്രംപ് തുടക്കം മുതൽ ക്ലീൻ എനർജി, റിന്യൂവബിൾ എനർജി കൂടാതെ ഹെവി ഡ്യൂട്ടി ഇലക്ട്രിക്കൽ വെഹിക്കിൾ പർച്ചേസ് എന്നിവയ്ക്ക് ആവശ്യമായിട്ടുള്ള സബ്സിഡികൾ നിർത്തലാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഇതുമായി ബന്ധപ്പെട്ട രീതിയിലുള്ള അല്ലെങ്കിൽ ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ബിൽ അവതരിപ്പിച്ച സ്ഥിതിക്ക് ഈ കമ്പനികളുടെ പെർഫോമൻസ് മോശമാകാൻ സാധ്യതയുള്ളതിൻ്റെ പശ്ചാത്തലത്തിലാണ് ക്ലീൻ എനർജി സെക്ടറിലെ സ്റ്റോക്കുകളിൽ സെല്ലിംഗ് പ്രഷർ വന്നത്. വാരി എനർജി പോലുള്ള കമ്പനികളുടെ ബിസിനസ് ഔട്ട്ലുക്ക് നമ്മൾ പരിശോധിച്ചാലും അമേരിക്കൻ മാർക്കറ്റിൽ വളരെയധികം ഡിപ്പെൻഡൻസി ഉള്ള കമ്പനിയാണ്. അമേരിക്കയിൽ ഈ രീതിയിലുള്ള ബില്ല് വന്നതിൻ്റെ പശ്ചാത്തലത്തിൽ, അതായത് ക്ലീൻ എനർജി, റിന്യൂവബിൾ എനർജി തുടങ്ങിയ സെക്ടറുകളെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള സബ്സിഡികൾ അവസാനിപ്പിക്കാൻ അമേരിക്കൻ ഗവൺമെൻറ് തീരുമാനിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ അതിൻ്റെ ഇമ്പാക്റ്റ് വരുന്ന ക്വാർട്ടറുകളിൽ വാരി എനർജി പോലുള്ള സ്റ്റോക്കുകളിൽ പ്രതിഫലിച്ചേക്കാം. ഇപ്രാവശ്യത്തെ ക്വാർട്ടർലി റിസൾട്ട് സെഷനിൽ വാരി എനർജിയുടെ നെറ്റ് പ്രോഫിറ്റ് 34% വർദ്ധിച്ച് 462 കോടിയിൽ നിന്നും 619 കോടിയും റവന്യൂ ഫ്രം ഓപ്പറേഷൻ 36% വർദ്ധിച്ച് 2936 കോടിയിൽ നിന്നും 4000 കോടിയായി ഉയരുകയും ചെയ്തു. പ്രീമിയർ എനർജിയുടെ നെറ്റ് പ്രോഫിറ്റിൽ 167% വർധനവുണ്ടായിരുന്നു. 104 കോടിയിൽ നിന്നും 277 കോടിയിലേക്കാണ് പ്രീമിയർ എനർജിയുടെ നെറ്റ് പ്രോഫിറ്റ് ഉയരുകയും ചെയ്തത്. വാരി എനർജി പോലുള്ള സ്റ്റോക്കുകളെ താൽക്കാലികമായി ഒഴിവാക്കുന്നതാണ് നല്ലത്. ഈ രീതിയിലുള്ള അപ്ഡേറ്റുകൾ, അതായത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ പ്രഖ്യാപിത നയത്തിന് വിപരീതമായ രീതിയിൽ ബിസിനസ് മോഡലുള്ള സ്റ്റോക്കുകളൊക്കെ എങ്ങനെയൊക്കെ പെർഫോം ചെയ്യുമെന്ന് നമ്മൾക്കൊരിക്കലും പ്രഡിക്റ്റ് ചെയ്യാൻ സാധിക്കുകയില്ല. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ വാരി എനർജി പോലുള്ള സ്റ്റോക്കുകളിൽ ഫ്രഷ് പൊസിഷൻ എടുക്കുന്നത് അവോയ്ഡ് ചെയ്യാവുന്നതാണ്. 3000 സ്റ്റോക്കിൻ്റെ പ്രധാന റെസിസ്റ്റൻസായി പ്രവർത്തിക്കും. ഇമ്മീഡിയറ്റ് സപ്പോർട്ടായി പ്രവർത്തിക്കുക 2500. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്